വെൽക്കം ബാക്ക്. നെക്സ്റ്റ് ചലഞ്ച്. നമ്മുടെ ചലഞ്ചിന്റെ പേരാണ് കോയിൻ സെർച്ച് ചലഞ്ച്. അപ്പൊ നമ്മളിത് 2 ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഒരു ടീമിൽ ഞങ്ങൾ 2 പേരും, ഇതില് ഗേൾ പവർ ഇവര് 2 പേരും കളിക്കുന്നില്ല ഗൈസ്. ഇവര് കമ്പ്യൂട്ടർക്ക് ഇത് കളക്ട് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെ ഒരു. ഈ ചലഞ്ച് എങ്ങനെയാന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 2 പ്ലേറ്റില് ഇത് അരിപ്പൊടി അല്ലേ? അതല്ലേ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ ഇതിന്റെ അകത്ത് ഇവര് കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എവിടെയൊന്നും അറിയില്ല. കൂടി ഒളിപ്പിച്ച് വെച്ചേക്കണാണ് ഇതിന്റെ അകത്ത്. കൈകൊണ്ടല്ല ഗൈസ്, യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കോയിൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ 2 പേരും ഒരു ടീമാണ്. നമ്മള് മാറി മാറി ചെയ്യാം. മാറി മാറി ചെയ്തിട്ട് 5 കോയിൻസ് ഗേൾസ് വൈസ് ബോയ്സ്. ഗേൾസിന് പറഞ്ഞ് നമ്മളെ കാണിച്ചെടുക്കും. നമ്മള് മാറി മാറി ചെയ്യാം. പക്ഷെ ആരാണോ ഫസ്റ്റ് ഈ 5 കോയിൻസ് കണ്ടുപിടിക്കുന്നത് അവരാണ് വിജയിക്കുന്ന ടീം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാൻ പോണേ. അതല്ല ഫസ്റ്റ് ഇല്ല അത് വേണ്ട. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് അത് മതി. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഫസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്തോ ചെയ്തോ. 1 2 3 സ്റ്റാർട്ട്. കണ്ടുപിടിക്കോ? ഇതൊന്നും നടക്കൂല. സുഖമല്ല ഇടുക്കി വേഗം. ഓ ഇപ്പൊ കണ്ടുപിടിക്കും. കാണിച്ചോടി മാറിക്ക് മുട്ടുമ്പോ പറഞ്ഞോട്ടാ കോയിൻസ്. വീടണ്ട. ഒന്നിട്ടേട്ടാ കിട്ടില്ല. ഇവിടെ ഒരെണ്ണം കിട്ടി. അത് എടുത്തുണ്ട്. അതൊക്കെയാണ്. ഒരെണ്ണം ബോയ്സിന്റെ പവർ കാണിച്ചോണ്ടിരിക്കണ 2 രണ്ട് റിച്ചോ. ഇവിടെ രണ്ടായി നിലച്ചിരിക്കണ. ബോയ്സിന്റെ പവർ കാണിച്ചോണ്ട് പവർ വരട്ടെ. ഇവിടെ ഒന്നും ആവണില്ല. 2 ആയിട്ടുള്ളൂ. ഒന്നും വിചാരിക്കരുത്, എനിക്ക് അലർജിയാണ്. മുങ്ങിട്ട് രണ്ടെണ്ണം ഹിന്ദി രണ്ടെണ്ണം കണ്ടുപിടിക്കുന്നതാണ്. അഞ്ജനായി
ഇവര് വെറുതെയാണ് മൂന്നുണ്ടാവും. ഇത് ശരിക്കും അരിപ്പൊടി തീറ്റ challenge ആണ്. ഇത് വർത്താനം പിടിക്കാൻ മോശം. 5 കോയിൻ എന്ത് ചലഞ്ചാണ്? ടൈപ്പ് ചലഞ്ച്. സൂപ്പർ ചാലഞ്ച്. ഗേൾസിന് പവർ ഇല്ലെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? വെറുതെ അവരൊക്കെ പോയിരിക്കണ വെറുതെ ലീഡർ ആയിട്ടിരുന്ന വെറുതെ അത് കുഴപ്പമില്ല. അപ്പൊ അറിയാലോ നമ്മളെ പവർ. നല്ലൊരു ചലഞ്ച് ആയിരുന്നു. കൊള്ളാം അല്ലേ? 5 കിട്ടി. ജോക്കർ ചലഞ്ച് അരിപ്പൊടി തീറ്റ ചലഞ്ച് പോലെ മൊത്തത്തിൽ ശരിക്കും പക്ഷേ വെള്ളത്തിൽ പോയല്ലോ കാണുന്ന പോലെ ഒന്നല്ല അല്ലേ? നമുക്ക് തിന്നാൻ പറ്റി. രൂപം കണ്ടില്ലേ മാറാൻ വിചാരിക്കണ പോലെ അല്ല. നല്ല ടഫാണ്. കാരണം മൂക്കിലേക്ക് കുറെ പോയി, അതെ കുറച്ച് പിന്നെ കഷ്ടപ്പെട്ടു. വായിലേക്ക് കുറെ പോയി. ഇത് ശരിക്കും ഞങ്ങൾക്ക് തിന്നാനാണ് പറ്റിയത്. കണ്ടുപിടിക്കാൻ പറ്റില്ല. തിന്നാൻ പറ്റില്ല. അരിപ്പൊടി അതെ, അരിപ്പൊടിയുടെ ടേസ്റ്റ് ഇപ്പൊ മനസ്സിലായി. യശാസ് എത്ര കിട്ടി? 5 കിട്ടി. അതിപ്പോ നീ ഇല്ല എടുത്താണ്. സ്റ്റിൽ ഇപ്പൊ മൂക്കിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും കൊള്ളാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും പൊളിക്കും. എല്ലാവരും അപ്പൊ പുതിയൊരു വീഡിയോ അതിന് മുന്നേ ഞങ്ങളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം.